വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്നൊരു ഏർലി മോർണിംഗ് സെഷനാണ്, പോരാത്തിന് ലെഗ് ഡേയും. പക്ഷേ നമുക്ക് ഉച്ചയ്ക്ക് വേറൊരു കാര്യമുള്ളതുകൊണ്ട് ചിലപ്പോൾ ജിമ്മിന് പോകാൻ പറ്റില്ല ഉച്ചയ്ക്ക്, അതുകൊണ്ട് രാവിലെ വന്നു. എനിവേസ്, ലെഗ് ഡേ ടോട്ടൽ 8 സെറ്റ്സ് ആണ്. നോർമലി പുഷ് ചെയ്യണ പോലെ പുഷ് ചെയ്യും. ഞാൻ സ്ട്രക്ചർ ചെയ്യുന്നത് ഓബിയസ്ലി ഞാൻ ചാനലിൽ ഇട്ടുണ്ടല്ലോ, പക്ഷെ ഞാൻ ട്വൈസ് എ വീക്ക് ലെഗ് ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം എൻ്റെ വീക്കർ ഗ്രൂപ്പ് ഓഫ് മസിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ ബിൽഡപ്പ് ചെയ്യണം എന്തായാലും. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ 2 സെറ്റ് ലെഗ് പ്രസ് കഴിഞ്ഞു. നമ്മളെ 68 റെപ്പ് റേഞ്ചിൽ ഫെയിലിയർ പ്ലസ് ഡ്രോപ്പ് സെറ്റ് അടിച്ചു നമ്മൾ 2ാം സെറ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഇപ്പോൾ വോളിയം കുറച്ച് കുറവാണ്, പക്ഷെ ഇൻറ്റൻസിറ്റി പീക്ക്. പിന്നെ അതുകൊണ്ട് തന്നെ ലെഗിനായതുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി ഈസ് വാട്ട് ഇറ്റ് മാറ്റേഴ്സ്. 2 സെറ്റ് ഇത്. നെക്സ്റ്റ് ഇനി ഓൾമൈറ്റി എക്സസൈസ് ബൾഗേറിയൻ ആണ്. അപ്പോൾ അതിലേക്ക് നീങ്ങാം നമുക്ക്. നെക്സ്റ്റ് എക്സസൈസ് ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട്. ഇവിടെ ഞാൻ എപ്പോൾ നോക്കിയാലും എൻ്റെ പൊസിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ലെഗ് ആണെങ്കിൽ മറ്റേ പുറത്ത് നിൽക്കണ ലെഗ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വയ്ക്കും. അപ്പോൾ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻസ് എനിക്ക് കിട്ടും. ഇവിടുന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പിന്നെ എനിക്ക്. അപ്പോൾ ഞാൻ ഈ ഷോർട്ട് സ്റ്റാൻസിൽ എനിക്ക് ക്വാഡ്സ് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ലെഗ് വൈഡ് ആകും തോറും എനിക്ക് ഗ്ലൂട്ട്സ് ഭയങ്കര ടാർഗറ്റ് ആവണ പോലെ. ഓബിയസ്ലി നമ്മൾ ഫെയിൽ ആകുമ്പോൾ ഗ്ലൂട്ട്സ് വരും, പക്ഷെ ഞാൻ അത് മിനിമൈസ് ചെയ്യാൻ നോക്കുകയാണ്. ഇത് ഏകദേശം നമ്മളൊരു 25 kgs 8 to 10 റെപ്പ് റേഞ്ചിൽ പെർ ലെഗ്. എനിക്കറിയാം ഇത് ഭയങ്കര വൺ ഓഫ് ദ ഹാർഡസ്റ്റ് എക്സസൈസസ് ആണ്, ബട്ട് വി നീഡ് ദാറ്റ് ലെഗ്. ആ ഒരു ലെഗ് ബിൽഡ് ചെയ്ത് വരണം. അതിനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ലെറ്റ്സ് ഗോ. ആസ് യൂഷ്വൽ ഹാംസ്ട്രിങ്സ് ആണ്. ഹാംസ്ട്രിങ്സിൽ ഞാൻ ഡ്രോപ്പ് സെറ്റ്സ് അടിക്കുന്നുണ്ട്. ഞാൻ കുറേ ഡ്രോപ്പ് സെറ്റ് അടിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, അത് എല്ലാവരും ഇതൊരു യൂസ്ഫുൾ ആയിട്ട് ടിപ്പായിട്ട് എടുക്കരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സസൈസിന് ചിലപ്പോൾ ഭയങ്കര എനർജി ഡ്രെയിൻ ആവാം. എനിക്ക് അങ്ങനെ അടിക്കുമ്പോൾ എനിക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഡ്രോപ്പ് സെറ്റ്സ് ആഡ് ചെയ്യണത്. പ്ലസ് എ ഗുഡ് വേ ടു ഫറ്റീഗ് യുവർ മസിൽസ് മോർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യണത്. ഹാംസ്ട്രിങ്സിന് എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ സ്ലോ ആൻഡ് കൺട്രോൾഡ്. ഇവിടെ റെപ്പ് റേഞ്ച് 8 to 10 ആണ്, പ്ലസ് ഡ്രോപ്പ് സെറ്റ്. അപ്പോൾ ഒരു ടോട്ടൽ റെപ്പ് റേഞ്ച് ഒരു സെറ്റിൽ ഒരു 10 അല്ലെങ്കിൽ 12, മോസ്റ്റ് 14 റെപ്സ് വരും. അതാണ് ഇവിടുത്തെ സ്ട്രക്ചർ. ഇത് ഞാൻ 3 സെറ്റ്സ് അടിക്കണേ. നിങ്ങൾ കണ്ടു, ഇതാണ് ഒരു സെറ്റിൻ്റെ ഇൻറ്റൻസിറ്റി. ഓ, 7 സെറ്റ്സ്. ലാസ്റ്റ് ഒരു സെറ്റ് ഞാൻ പറഞ്ഞ 8 സെറ്റാണ്. ഒരു സെറ്റ് എക്സ്റ്റൻഷൻ അടിക്കാൻ പറ്റുന്ന അത്ര അടിക്കും നമുക്ക്. ഇവിടെ ഞാൻ 10+ റെപ്സ് ആണ് എയിം ചെയ്യണം. കാരണം ലാസ്റ്റ് സെറ്റാണ് ഞാൻ ആ 6 to 10 റെപ്പ് റേഞ്ചിന് അത് ഫോക്കസ് ചെയ്യുന്നില്ല. മോർ നമ്പർ ഓഫ് റെപ്സ്. ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അനങ്ങാൻ പറ്റരുത്. അങ്ങനത്തെ സെറ്റാണ് അടിക്കാൻ പോകുന്നത്.
ലെഗ് ഡേ ഇന്നത്തെ കഴിഞ്ഞു. നമ്മളേ എനിക്ക് ലെഗ് പോസ് ചെയ്യാൻ ചെറിയൊരു കോൺഫിഡൻസ് കുറവാണ്. കാരണം അത്രയൊരു ഇംപ്രസീവ് ഗ്രൂപ്പ് ഓഫ് മസിൽ അല്ലല്ലോ. ഇതാണ് വാട്ട് വി ഹാവ് ടുഡേ. ഉണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് ഫാറ്റ് പെർസെൻറ്റേജ് അവിടെ കൂടുതലാണ്. അത്യാവശ്യം ഡെഫിനിഷനൊക്കെ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? വേണ്ട, എല്ലാം ടിയർ ഡ്രോപ്പൊക്കെ ഇപ്പം കറക്റ്റായി വരുന്നുണ്ട്. പക്ഷെ ഫാറ്റും കൂടി പോയി കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോൾ അതാണ് ഇന്നത്തെ ലെഗ് ഡേ. 8 ടോട്ടൽ സെറ്റ്സ്. അപ്പോൾ കുറച്ച് നിങ്ങൾ വിചാരിക്കുന്ന കുറച്ച് കൂടുതൽ അടിക്കായിരുന്നില്ലേ? ഞാൻ ട്വൈസ് എ വീക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ദിസ് ഇസ് പ്രിറ്റി മച്ച് ഒരു ഗുഡ് റേഞ്ച് ഓഫ് എക്സസൈസസും അതുപോലെ തന്നെ പ്രോപ്പർ കൈൻഡ് ഓഫ് വോള്യൂം പിന്നെ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഫാറ്റ് പെർസെൻറ്റേജ് പോയിനി, അതാണ് ഇനി ടാർഗറ്റ്. അപ്പോൾ ലെറ്റ്സ് സീ യു അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.